നല്ല മഴയും അതേപോലെ നല്ല ചൂടുള്ള ചായയും. നമ്മള് നിക്കുന്നത് ഇത് അത്രയും ഇതിന്റെ മേലെയാണ്. നല്ല പോവാ, നല്ല ചൂടുള്ള പോവാ. നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിന്റെ ഉറങ്ങിയിട്ടാണോ അങ്ങനെ കണ്ണ്, അതോ ഉറങ്ങാറ്റാണോ അങ്ങനെ കണ്ണ്? കൂടുതൽ ഉറങ്ങിയിട്ടാണ്, ഞങ്ങളെല്ലാം കൂടുതൽ ഉറങ്ങിയിട്ടാണ് കണ്ണ് അങ്ങനെ ഇതായിക്കണ്, ചെമ്പത്തിന് പോലെ ആയിക്കണ്. ഇപ്പൊ സ്കൂളിൽ നിന്ന് ഇറങ്ങി 8-9 മണി ആയിരുന്നു. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇവിടെ ഒരു കില ഉണ്ട്. ഇവിടെ സ്കൂളില് പിള്ളേരെല്ലാം വരാൻ തുടങ്ങി, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഇന്ന് മഴ ഉള്ള ഒരു ദിവസം കൂടിയാണ്. ഇന്ന് ഇവിടെ മഴയും കൂടിയാണ്. 2 മാസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് മഴ കിട്ടുന്നത് ഈ യാത്രയിൽ. കർണാടകയിൽ നമ്മൾ യെല്ലാപ്പൂരിൽ നിന്നാണ് ഒരു മഴ കൊണ്ടത്. അതിനുശേഷം പിന്നെ മഴ കൊണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ഇതാ സ്കൂളിലെ പിള്ളേരെല്ലാം എത്തി. പിള്ളേരോട് തള്ളാണ് ഇവിടെ, രാവിലെ തന്നെ തള്ള, വെറുമാറ്റിൽ തള്ളാണ്. हाय बोलो. मंजूमन पब्लिक किसके बच्चे हैं, ऐसा बन के दिखाएंगे. अच्छा, अगर आप चाहो कि बिगर टिकट देखना चाहे तो वो बिगर टिकट भी देख सकते हैं, लेकिन वो जैसे कि वो विजय नहीं हमको पूरा पूरा देखना है उसके लिए मैं इसीलिए बोल रहा हूँ आपको. तो मैं आपका टिकट निकाल के लाता हूँ, आप यहाँ से सीटें देख सकते हैं. ठीक है, हम तब तक इधर नहीं आए. അപ്പൊ അതാ ഞങ്ങള് കോട്ടയന്റെ ഉള്ളിലേക്ക് പോവാണ്. ഐഫോണാണ് ഉണ്ട്, ഐഫോണ് ഒന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മളിവിടെ ചിത്തോഡ്ഗഡിലെ ഫോർട്ടിന്റെ അടുത്താണ്. നമ്മൾ മൊത്തം ഫോർട്ടിലേക്ക് പോവാൻ നിൽക്കാണ്. ഇതൊരു സാധാരണ ഫോട്ടോ അല്ല കേട്ടോ, നമ്മള് ഒറ്റ ഫോട്ടോ അല്ല ഇത് 4 ഫോട്ടോ ഉണ്ട് ഇതില്. അതുപോലെ 19 ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെയാണ് ഇതില്. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു സംഭവമാണിത്. പിന്നെ ഇന്ത്യയില് ഏറ്റവും വലുതാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഫോട്ടോ ആണിത്. നമ്മളൊക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പോഴാണ് ഇതെല്ലാം അറിയണത്. ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്, ഇത്ര വലിയ സംഭവം ഉണ്ട്. അതെ, നമ്മളെ ചെറിയൊരു ഫോട്ടോ ആണ് അങ്ങനെ വിചാരിക്കും, കാരണം കിലാന്നല്ലേ പറയണത്. അപ്പൊ ചെറുതെന്തെങ്കിലും ആയിരിക്കുന്ന. പക്ഷെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല നഷ്ടം വന്നിരുന്നു, കാരണം ഇനി നമ്മൾ ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ടുള്ള ഒരു നഷ്ടം ഉണ്ടായിരുന്നു. അടിപൊളി ഫോട്ടോ ആണ്. നമുക്ക് ടോട്ടൽ 13 കിലോമീറ്റർ. സിറ്റി ഒരു അടിപൊളി സിറ്റി അല്ലേ? ഇവിടെ നോക്കിയാ കാണേണ്ട ഒരു സിറ്റി, കാണേണ്ട ഒരു കാഴ്ചയാണ് ഇവിടുത്തെ. അപ്പൊ നമ്മള് ഇവിടെ ഈ കോട്ടയുടെ ഉള്ളിൽ കയറിയ ഫസ്റ്റ് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ എന്തായാലും കണ്ടിട്ട് പോവാ. പിന്നെയും ഒരുപാട് കാണാനുണ്ട് ഇതിന് മുന്നോട്ട്. 6 കിലോമീറ്റർ ചുറ്റി കാണാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മീരാദേവിയുടെ ടെമ്പിളിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് കഥകളുണ്ട്. മീരാദേവി എങ്ങനെയാണ് ഇവിടുന്ന് വിഷം കഴിച്ചത് അമൃതായി എന്നെല്ലാം ഇവർ പറഞ്ഞുതരും. നമുക്ക് എന്തായാലും ഇതാണ് വലിയൊരു ടെമ്പിൾ തന്നെയാണ് അല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ ഫുൾ ക്ഷേത്രങ്ങളാണ്. അപ്പൊ ഇതാണ് നമ്മള് ടോട്ടൽ 19 ക്ഷേത്രം അല്ലേ? അതില് ഓരോ ക്ഷേത്രങ്ങളാണിത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് 19 എണ്ണം വരുന്നത്. എല്ലാ ये मीरा देवी है ना, यहाँ बैठा था.
यहाँ बैठा था मीरा देवी പൂജ. അപ്പോൾ ഇവിടുന്ന് പൂജ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടുന്നാണ് ചെയ്തിരുന്നതാണ് പറയണത്. इसके अंदर 84 वाटर टैंक, 113 टेम्पल और 113 टेम्पल. 13 टेम्पल, 84 वाटर टैंक और 50 महल. 50 महल. 50 महल पहले थे. हाँ अभी 2-5 रहे हैं, बिल्कुल खंडर हो गया है. हाँ वो भी देखने को मिलेगा ना. हाँ मिलेगा ना, सब मिलेगा, पूरा मिलेगा आपको. हाँ वो महल किसका था जो ब्रोकन हुए, जो हाँ टूट गए, जो हाँ बहुत अलग अलग राजा के हुए. राजा का है ना. इधर सबसे बड़ा राजा कौन था? सबसे बड़ा नाम जिनका है महाराणा प्रताप. महाराणा प्रताप. महाराणा प्रताप. महाराणा प्रताप എന്നാണ് ഈ ഒരു രാജ ഇവിടെ ഉണ്ടായിരുന്നത്. നശിച്ചുപോയി എന്ന് പറയില്ലേ? हाँ എത്രണ്ണം? अभी महाराणा प्रताप का पैलेस है ना इधर. नहीं वो भी टूट गया. महाराणा प्रताप ने पूरी लाइफ, होल लाइफ घोड़े पे निकाली. घोड़े की पीठ पे पूरा बेडरूम रहा उनका. अच्छा. पूरी ताज जिंदगी वो लड़ते ही रहे. हाँ 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 हाँ. कभी कहीं कुछ महल वहल नहीं बनाया. नहीं बनाया. दूसरे राजाओं ने कुंभा महल बनाया, कुंभा राणा ने. रतन सिंह ने रतन सिंह महल बनाया. हाँ हाँ. बाकी वो सब इधर ही. हाँ जो महाराणा प्रताप हुए ना, उस समय यहाँ मुगलों का बहुत अधिक ये था. तो उनको पूरी जिंदगी लड़ना ही पड़ा. राजस्थान के जितने भी किले हैं सबको महाराणा प्रताप ने जीता है. केवल एक चित्तौड़गढ़ का किला नहीं जीत पाए. क्यों? उनके पास सेना नहीं थी. सेना नहीं था उस टाइम. कम सेना थी. तो उनके सैनिक जो बनाए वो गाड़ी लुहार जो रोड के किनारे रहते हैं ना, आज यहाँ कल वहाँ परसों वहाँ, उस समय उन्होंने प्रतिज्ञा की थी कि हम एक जगह, ये जब तक इस किले को नहीं जीत लेंगे, एक जगह नहीं रहेंगे, थाली में भोजन नहीं करेंगे, बिस्तर पे नहीं सोएंगे, ऐसा उन्होंने प्रण किया था, प्रतिज्ञा की थी. तो किला जीत नहीं पाए. आज भी इस किले में वो लोग नहीं आते हैं जो लोहे का काम करते हैं ना, गाड़ी लोहार. उनके सैनिक थे. महाराणा प्रताप के पास पैसा नहीं था, उनको सैनिक बनाया कि ये काम लोहे का हथियार भी ये बनाएंगे, लड़ेंगे भी. 2 in 1 दोनों काम उनका था. ഇതൊന്നും കിട്ടില്ല അയാള് പറഞ്ഞു. जब पंडित जवाहरलाल नेहरू प्रधानमंत्री बने ना, उस समय बहुत बड़ी तादाद में इनको लेके आए यहाँ, गाड़ी लोहार को, उनके सैनिकों को. और यहाँ आगे एक टावर आएगा, विक्ट्री टावर. उसके ऊपर विक्ट्री टावर. उसके ऊपर झंडा लहराया और कहा भाई हम लोग ये जीत चुके हैं, अपना है. एक पूरा गांव बना के दिया उनको. अच्छा. रहने के लिए. तो बहुत से आज भी घरों में रहने लग गए, बहुत से आज भी नहीं रहते हैं, उसी प्रतिज्ञा पे चल रहे हैं. एक जगह नहीं रहते हैं. अच्छा. आज यहाँ कल उस गांव, की परसों उस गांव, ऐसा अलग अलग. अभी आप जिस जगह खड़े, यहाँ 2 टेम्पल है. फर्स्ट ये टेम्पल देखते हैं ना आप, मीरा देवी टेम्पल, मीराबाई का मंदिर. मीराबाई. मीरा देवी को, मीराबाई को सेम ही है. राजस्थानी वर्ड है बाई. ठीक है ना. इस मंदिर में मीरा कृष्ण की भक्ति करती थी. मीरा साधु संतों के साथ उठना बैठना नाचना गाना इस मंदिर में करती थी. तो उनके देवर बैठे गद्दी पे, उनके पति की डेथ हो जाती है राजा भोज की. अल्प आयु में बीमारी से मृत्यु हो जाती है. तो राजा भोज के बाद उनके देवर छोटे भाई बैठते हैं गद्दी पे. राणा विक्रमादित्य बैठते हैं. तो वो मीरा को समझाते हैं कि अपन सूर्यवंशी हैं, आप सूर्य की पूजा करो, कि कृष्ण की भक्ति छोड़ो. लेकिन मीरा नहीं मानती. तो मीरा को मारने के लिए जहर का प्याला भेजा जाता है. भगवान कृष्ण की कृपा से अमृत में चेंज होता है. फूलों के पिटारे में काला नाग बेचते हैं, वो भी फूलों का हार बनता है. ऐसे मीरा को यहाँ बहुत परेशान किया जाता है. तो मीरा कृष्ण की मूर्ति लेके चारों धाम की यात्रा करते हुए लास्ट द्वारिका धाम गुजरात जाती है. बताते हैं कृष्ण की मूर्ति के 2 पार्ट होते हैं. मीरा उसमें समाती है, वापिस एक हो जाती है. मीरा का जन्म का प्रमाण तो आपको मिलेगा, मृत्यु का प्रमाण कहीं नहीं. मीरा अजर अमर हुई है, कृष्ण की मूर्ति मिलेगी. दूसरा टेम्पल ये है, ये 8वीं शताब्दी में बनवाया है. पहले विष्णु वारा अवतार मंदिर. हमले में मूर्ति टूट गई. 13वीं शताब्दी में अलाउद्दीन खिलजी का जो अटैक हुआ ना, उसमें से हर मंदिर मूर्ति को तोड़ा. एक भी मूर्ति आपको किले में सही नहीं मिलेगी. ये सब ब्रोकन है, टूटा हुआ ना. तो इसको 14वीं शताब्दी में राणा कुंभा ने रिपेयर करवा के इसमें राधा कृष्ण बलराम का मूर्ति स्थापित किया. तो इसको नाम दिया कुंभ श्याम टेम्पल. कुंभ मीन्स कुंभा, श्याम मीन्स कृष्ण. इसका आर्ट देखो आप, पीछे से उड़ीसा जगन्नाथपुरी. इधर है, इसका आर्ट देखिए, पीछे से उड़ीसा जगन्नाथपुरी, आगे से सोमनाथ गुजरात.
ബരാച്ച് നദി ഒഴുകുന്ന താഴ്വരയല്ലേ, താഴ്വരയിലെ സമതലങ്ങൾക്ക് മുകളിൽ 200 ഹെക്ടർ, അതായത് എത്ര 691 ഏക്കറാണ് ഈ സംഭവം പറയുന്നത്. വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന 150 മീറ്റർ, അതായത് 590 അടി ഈ വരുന്നുണ്ട് ഈ ഒരു സംഭവം. ഉയരമുള്ള ഒരു കുന്നിന് മുകളിലൂടെ ഇതെങ്ങനെ പരന്ന് വിശാലായി കിടക്കുകയാണ്. 4 കൊട്ടാരങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് പറയുന്നത്. 4 കൊട്ടാരങ്ങൾ, അതുപോലെ 19 ക്ഷേത്രങ്ങൾ, 20 വലിയ ജലാശയങ്ങൾ, അത് പറഞ്ഞാൽ നദിന്ന് അർത്ഥം വരും തോന്നുന്നു. അതുപോലെ 4 സ്മാരകങ്ങൾ, ഏതാനും വിജയഗോപുരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന 65 ചരിത്ര നിർമ്മിതികൾ ഈ കോട്ടയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വലിയൊരു സംഭവമാണ് ഈ കോട്ട. എത്രയോ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലേ, ഒരുപാട് ക്ഷേത്രങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് ഏതായിരുന്നു? മീരാബായി അല്ലേ? മീരാബായിയുടെ ടെമ്പിൾ ആണ്. ആ, ടെമ്പിൾ ആണത്. ഇപ്പുറത്ത് വേറെ ഏതോ മീരാബായി, ഇതും മീരാബായിയുടെ ഒരു പൂജ, അങ്ങനത്തെ ഡാൻസ് അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇത്, ഈ ഒരു ടെമ്പിള്. ഇവിടെ നടക്കുന്ന ഇതെല്ലാം കല്ല് തന്നെയാണ്. രാജസ്ഥാനിലെ കല്ലാണ് വിരിച്ചിരിക്കുന്നത്. ഇതല്ല, ടൈൽസ് അല്ല, ഇതേപോലത്തെ കല്ലിലാണ് മൊത്തം. ഇവിടെ 800 വർഷം പഴക്കമുണ്ടെന്നാ പറയണത്. ഈ ഒരു 800 വർഷത്തിന് മേലെയാണ് പഴക്കം ഇതിന്റെ, ഈ ഒരു ടെമ്പിളും ഇവിടുത്തെ ഈ കോട്ട കാര്യങ്ങളെല്ലാം. ഗോപുരങ്ങളൊക്കെ നശിച്ചു പോയി അവര് പറയുന്നത്. എത്രയോ ഗോപുരങ്ങൾ അല്ലേ? മറ്റേ ആള് പറഞ്ഞില്ലേ, ഇത് കല്ലുകൊണ്ടാണ്. അതെല്ലാം കല്ലുണ്ട്. എന്നിട്ട് അതിനെ പോളിഷ് ചെയ്ത് കാണുവര്. പോളിഷ് അല്ല, അങ്ങനത്തെ പേപ്പർ. നമ്മള് മറ്റേ सिल्वर मोडल 800 साल पुराना है ना? 1500 साल। चित्रांगद मौर्य 3वीं शताब्दी में मौर्य डायनेस्टी ने इस किले का नींव रखा। हाँ हाँ। फिर रावल आए, सिसोदिया आए, अलग अलग टाइम पे 55-56 राजाओं ने राज किया किले में। 55 ഇവിടെ വന്ന് നമുക്ക് ചായ എല്ലാം കിട്ടും. ഒന്നുമില്ല, നമുക്ക് ഒന്നുമില്ലാതെ വരാനെല്ലാം ചെയ്യാം. അത്യാവശ്യം ചായ എല്ലാം കിട്ടും. ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ പോഹ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നല്ല പോഹ, നല്ല ചൂടുള്ള പോഹ. അതെ, ഒരു ചൂടാക്കിക്കൊണ്ടേയിരിക്കണം അതിൻ്റെ അടിയിൽ. നല്ല മഴയും അതേപോലെ നല്ല ചൂടുള്ള ചായയും. അപ്പൊ നമ്മളിത് അവിടുന്ന് ഇറങ്ങി. ഇന്ന് മഴയാണ്, അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. മഴ ഉണ്ടാവുകൊണ്ട് തണുപ്പ് ഭയങ്കര ഉണ്ട്, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് അല്ലേ. അപ്പൊ ഇതാണ് വിജയസ്തംഭ ടവർ. അവിടെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ്. നമ്മള് വിജയസ്തംഭ ടവറിന്റെ ഉള്ളിലേക്കാണ് പോണത്. ഇതാണ് വലിയൊരു ടവറാണ്, ഒരുപാട് പഴക്കമുള്ള ഒരു ടവറാണ്. ഇവിടുന്ന് നമുക്ക് അതിൽ പോവാം, മേലെ കയറായിരുന്നു. പക്ഷേ കൊറോണയുടെ ഇത് കാരണം ഇപ്പം മേലെ കയറാൻ പറ്റുന്നില്ല. മേലെ നമുക്ക് സ്റ്റെപ്പിൽ കയറാൻ പറ്റില്ല. ഉള്ളിലൂടെ സ്റ്റെപ്പ് ഉണ്ട്. മേലെ വരെ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ താഴ്ന്ന സിറ്റി കാണാം. ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് മേലെ കയറിയാൽ. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യം, നമുക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. അപ്പൊ നമ്മള് വിജയസ്തംഭ ടവറിൽ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യാമറ യൂസ് ചെയ്തതൊക്കെ പറഞ്ഞത് കാരണം ഇത്രയും ആൾക്കാർ യൂസ് ചെയ്യുമ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റേ. അതാണ് ചോദിച്ചേ പറ്റൂ. നാളെ അടിപൊളി വ്യൂ ആണ്. ഓക്കെ, ക്യാമറ യൂസ് ചെയ്തെന്നൊക്കെ അവര് നമ്മളോട് പറഞ്ഞില്ലേടാ. നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാണ്ടേ എന്തത്. അപ്പതാ അടിപൊളിയാണ്. ഒരുപാട് പേര് വരുന്നുണ്ട്. മഴയാണെന്ന് പറഞ്ഞിട്ട് പോലും ആരും വരാതിരിക്കണില്ല. അത്രയും നല്ല വ്യൂ ആണ്.
അപ്പോൾ ഇതാ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോകുന്നുണ്ട്. ഇതാ ഇനിയും അങ്ങോട്ട് എന്തൊക്കെയോ വ്യൂ ഉണ്ടെന്നാണ് പറയണത്. ഇതാണ് ഫോട്ടോ. ഇത് ഫോട്ടോ അല്ലേ ഇത്? വിജയസ്തംഭം. വിജയ് സ്തംഭ എന്ന് പറയുന്ന ടവറാണ് ഇത്. അടിപൊളി വ്യൂ ഇവിടുത്തെ അല്ലേ? അതാരും അതിന്റെ ബാക്കിലൊരു കോട്ടുണ്ട്, ബാക്കിലൊരു പാലസ് ആണ് അത്. അത് ഇനി അവിടെയും കൂടി നമുക്ക് പോകാണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയാ സ്റ്റെപ്പിള് കല്ലാണ്. അടിപൊളി മഞ്ഞ കളറ്, അങ്ങനത്തെ കളറാണ്. മഞ്ഞ കളർ കല്ലാണ്. എവിടെ ചവിട്ടിയാലും പോകുന്നില്ല. ഇവിടെ പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല, അങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. അത്രയ്ക്ക് കണ്ടിട്ട് വായടഞ്ഞു. അങ്ങനത്തെ ഇതെല്ലാം അല്ലേ. പിന്നെ നമ്മള് സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഡയറക്റ്റ് ഇറങ്ങരുത്, ചെരിഞ്ഞിറങ്ങിയാലാണ് ഏറ്റവും ബെസ്റ്റ്. അതെ, കാല് നന്നായി തണുത്തിട്ട്, ഇന്ന് തണുത്തിട്ട് കാല് വെക്കാൻ പറ്റുന്നില്ല. അത്രക്ക് ഇന്ന് മഴ, ഒരുപാട് കാലത്തിന് ശേഷം മഴ പെയ്തെന്ന് പറഞ്ഞു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മഴ പെയ്തെന്നാ പറയണത്. പക്ഷെ മഴ നല്ല ലക്ഷണമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്ഥലം ഈ ഒരു സമയം നമ്മൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ വന്നില്ലെങ്കിൽ സത്യം നമുക്ക് നഷ്ടമാണ്. നമ്മള് ചിത്തോടുകാട് അങ്ങനെ വന്ന് സ്റ്റേ ചെയ്ത് പോണ വിചാരിച്ചാണ്. പക്ഷെ നമുക്ക് ഇന്ന് ചിലപ്പോ ഇവിടെ നിൽക്കേണ്ടി തന്നെ വരുന്ന ഒരു അവസ്ഥയാണ്. അടിപൊളി നിന്നാലും നമുക്ക് നഷ്ടം വരാമല്ലോ അല്ലെ. അടിപൊളി സ്ഥലങ്ങള്. ഇനിയൊരു നമുക്ക് വരാൻ പറ്റിയെന്ന് വരില്ല ഈ റൂട്ടിലൊന്നും. ഇതിനായിട്ട് നമ്മൾ ഒരിക്കലും വരില്ല. ഈ റൂട്ട് ഇങ്ങനെ പോകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്, ഇതെല്ലാം കാണാൻ പറ്റിയത്. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്ന് നല്ല മഴയാണ്. എല്ലാരും അതെ, എന്ത് വന്നാലും നമുക്ക് കൊടറ ആവശ്യമില്ല, അവിടെ കേറിക്കാം. അപ്പൊ ഇതാ നമ്മള് വേറൊരു പാലസ് തന്നെയാണ് അല്ലേ. ये अंदर फोटो देखो, ये मूर्ति, ये कौन सा मंदिर है? मंदिर है, मूर्ति है, जानदा गजब। हाँ हाँ हाँ, विष्णु भगवान, महादेव। विष्णु का मंदिर है ना? हाँ अच्छा अच्छा, महादेव के 3 रूप है। हाँ हाँ, അതാണ് വിഷ്ണു ടെമ്പിൾ പറയണത്. ഇവിടുത്തെ 3 പ്രതിമ ഉണ്ട് എന്നാ പറയുന്നത്.
ഇതിനുള്ള ചൂട് അല്ലേ? ആ മീരാദേവിന്റെ പിക്ചർ എത്ര അടിപൊളിയായിട്ടാ കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ അല്ലേ? പക്ഷെ അവരെ ഫോട്ടോ എടുക്കാൻ വിടുന്നില്ല. ഇല്ല, ഫോട്ടോ അവര് വെക്കല്ല, അതുകൊണ്ട് ഫോട്ടോ എടുത്ത കാര്യമില്ലല്ലോ. ഫോട്ടോ അല്ല, വീഡിയോ ഒന്നും അവര് വിടുന്നില്ല. എന്നാലും നമ്മള് ചെറുതായിട്ട് നിങ്ങക്ക് കാണാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും കയറാൻ പറ്റില്ല അല്ലേ? കഴിഞ്ഞ അവിടെ എല്ലാം കാണാണ്ടോ? നീ കയറി അവിടെ വീഴോ? അങ്ങോട്ട് വീഴോ? അല്ല, വീണപ്പുറത്ത് താഴത്തേക്ക് എത്തും, സിറ്റിയിലെത്തും. അപ്പൊ ഈ ഹോളിന്റെ ഉള്ളുകൂടെ കാണുന്നതാണ് സിറ്റി. നേരെ അതല്ല, എനിക്കൊരു കാര്യം പറയണ്ടോ. സീനിയേഴ്സ് സിനിമ ഉണ്ടോ? ഇപ്പോഴത്തെ മനോജ് കെ ജയന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ലിജോ. കാരണം ഏതൊരു മതിൽ കണ്ടാലും ഒടിച്ചവർക്ക് കയറണം. ഇതാ എല്ലാരും മുകളിൽ കേറിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണെന്ന് അവര് പറയണത്. എല്ലാരും കേറി കോൺഫിഡന്റ് വാക്കാണത്. കിട്ടാനോ വരാം. ഇതേണ്ടാ ഇവിടെ ഒരാള് ഞാൻ പറഞ്ഞില്ലേ, അല്ല ഞാൻ പറഞ്ഞില്ലേ, നിങ്ങക്ക് മനസ്സിലായോ? അത് ഇതിപ്പോ ഏത് സിനിമയിലാണ് ഇത്? എം കുമരല് അവൻ കണ്ടിട്ടില്ലേ? എം കുമരല് താഴത്തേക്കോക്കണ്ട, താഴത്തേക്കോക്കണ്ട. ഇങ്ങോട്ടൊക്കെ കേറാന്ന് പറഞ്ഞാ കൊറച്ച് ചങ്കൂറ്റം വേണോ? ആ കുണ്ട് കാണിച്ചു, ആ കുണ്ട് കാണിച്ചു. കുണ്ടാ താഴത്തേക്ക് വീണാലും താഴത്തേക്ക് എത്തും. താഴത്തേക്ക് എത്തിക്കണ്ട. എന്റെ മോനെ ഇതൊരു പിക്ക് ഉണ്ടല്ലോ, ഇതിന് എനിക്ക് 150 റുപ്യാണ്. ഇതാണ്ട മൊബൈല് വീഴാന്ന് പേടി അങ്ങനെ പിടിക്കുമ്പോ അത്രക്ക് നമ്മള് നിക്കുന്നത് ഇത് അത്രയും ഇതിന്റെ മേലെയാണ്. താഴത്തതാ ചിത്തോട്കാട് ടൗൺ ആണ് കാണുന്നത്. ഇത് കാണുന്നത് അവിടെ എന്താ മോളില് കേറി നിങ്ങക്ക് പറയാനുള്ളത്? അതൊന്നുമില്ല, അത് തടുത്തിട്ടായിരിക്കും. അടിപൊളി. അന്ന് തണുപ്പും കൂടിയും കാരണം ഭയങ്കര മഴ കാരണം ഭയങ്കര ഒരു നല്ലൊരു കാലാവസ്ഥ അല്ലേ ഇവിടുത്തെ? ഇതാ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഈ ഒരു സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിന്റെ മേലെ കൂടെയാണ് നമ്മള് ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ കയറിയത്. ഇതാ നമ്മളിപ്പോ ഇവിടുന്ന് പോവാണ്. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്, അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇവിടുന്നാണ് നമ്മള് വന്നത്. അപ്പൊ അങ്ങോട്ട് പോ. ആ നോക്കി കയറിക്കോ. സ്റ്റെപ്പാണ്, പല്ലാ പോവാ, വേറൊന്നും പോവില്ല. മഴ ഇല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ മഴ ഉണ്ടാവണം എന്താ തണുത്ത് ഇങ്ങനെ മഴ ഉണ്ടാവണ്ട് വേറൊരു മൂഡാണ്. അതെ सामने टावर ऑफ विक्ट्री विजय स्तंभ, ये 2 स्टेट एक साथ में जीता राणा कुंभन है। राणा कुंभा महाराणा प्रताप के ग्रैंडफादर। उन्होंने 2 स्टेट एक साथ में जीता, MP मध्य प्रदेश और गुजरात। उसकी विजय की यादगिरी में बनाया विजय स्तंभ।
90 लाख रुपया उस जमाने का खर्च आया इसमें ये वाला बनाने के लिए 90 लाख 10 years कंप्लीट बनाने में लगा। बनाना में। 10 साल बना, 9 मंजिल बनाया। हाँ 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 157 स्टेप्स है। इसकी बनावट देखिए, 10 വർഷം എടുത്തു അല്ലേ? इसकी बनावट देखिए, 2 मंजिल चौड़ा नीचे, फिर 5 तगड़ा, फिर ऊपर वापस जाके चौड़ा, ब्रॉड नेरो अगेन ब्रॉड। शिव के डमरू के आकार में बनाया। ओके। पत्थर से पत्थर को जोड़ा गया, रेती चूना सीमेंट का कोई कुछ काम नहीं, कुछ उस टाइम कुछ रायता सीमेंट नहीं था। नहीं था, लेकिन उसको इंटरलॉकिंग सिस्टम से बनाया पत्थर को। हाँ हाँ इसमें जितने भी ग्रंथ है ना हिंदुओं में, हाँ। वो सब इसमें मूर्ति के रूप में दर्शाया है। कितना साल पुराना है ये 14वीं शताब्दी का है। 1448 में इसका निर्माण चालू हुआ और 58 में कंप्लीट हुआ। 1448 10 साल 1448 टू 58 कंप्लीट। 58 में 58 कंप्लीट। हाँ हाँ सेकंड पॉइंट, ये जौहर ग्राउंड। जौहर ग्राउंड है ना, ये वाला, ये जो पेड़ दिख रहा है। ये पूरा पहले 40 फीट डीप गहरा कुंड था। 40 फीट डीप कुंड, टैंक। हाँ 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 उसमें चंदन के लकड़े, घी, तेल, कपास डाल के इसमें बहुत बड़ा अग्निकुंड तैयार किया। हाँ। आग लगाई उसकी। किस लिए? राणा अलाउद्दीन खिलजी ने अटैक किया था 13वीं शताब्दी में। हाँ हाँ रानी पद्मिनी के लिए। रानी पद्मिनी इतना क्वीन था कि पानी पीता था तो गले में दिखता, ऐसा कांच के मत दिखता। तो उसकी प्रशंसा सुनकर बादशाह ने 3 हमले किए इस किले पे। हाँ हाँ तीनों हमले में इस किले को जीत नहीं पाया। हाँ तो इस किले की खूबी ढूंढी, इसमें ऐसी क्या चीज है अपन जीत नहीं पा रहे हैं। तो घर का बेदी लंका ढाई, राजपूतों में फूट थी। बता दिया इस किले के अंदर 65,000 पब्लिक रहती है। 65,000 65,000 पॉपुलेशन इन फोर्ट, ये फोटो में। लिविंग फोर्ट। तो आउटसाइड में जगह कहाँ है इधर रहने के सब लिए? ब्रोकन, टूट गया। इधर अभी 5,000 पब्लिक किले के अंदर अभी भी रहती है हाँ 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 इस समय प्रेजेंट टाइम। इस समय हाँ। 5,000 पॉपुलेशन इन फोर्ट। कितना एरिया में ये? 13 किलोमीटर में है। 700 एकड़ जमीन में बसा हुआ। 700 एकड़ 700 एकड़ जमीन में ये पूरा पहाड़ है। हाँ 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 इसमें अलग अलग पॉइंट बने हुए हैं। अच्छा, राजस्थान में पहाड़ बस यही है? बाकी एक भी जगह में नहीं? ये पूरा अरावली पहाड़ की रेंज है। ये हाँ हाँ अरावली पर्वतमाला है ना, हाँ, हाँ। उसका रेंज है। अच्छा। तो यहाँ पे एक बहुत बड़ा अग्निकुंड तैयार करके उसमें आग दे दी गई। टन बाई टन, एक के बाद एक 16,000 लेडीज रानी पद्मिनी के साथ जली। जल गया। 16,000 लेडीज इन फायर। ये कब हुआ था? ये 1303 में। 1303। हाँ हाँ फिर हुआ बहादुर शाह गुजरात का 1567 में। हाँ। 67 में 67। 15th सेंचुरी में। तो यहाँ का रानी था राजमाता कर्णावती, हाँ। जो अपनी मदद के लिए दिल्ली के बादशाह बाबर के लड़के हुमायूं को राखी भेजा। अच्छा। हुमायूं को आने में देर हुआ तो अपनी इज्जत को बचाने के लिए 16,000 और 13,000। सेकंड टाइम 13,000। हर टाइम अकबर का अटैक हुआ उस समय 7,000। ये इधर जो खुदाई हुई ना, यहाँ से एक्साइज डिपार्टमेंट ने खुदाई किया। तो लेडीज बोन्स, ऑर्नामेंट्स, राख के ढेर, वो सब यहाँ से मिले। उस हिसाब से इसको फैक्ट पैलेस कहते हैं। ये सामने शिव टेम्पल है। सामने शिव टेम्पल है। ब्रह्मा विष्णु महेश का 9 फीट बड़ा मूर्ति है। एक ही पत्थर में 3 फेस है। एक ही पत्थर में 3 फेस। सृष्टि की रचयिता, पालन करता, विनाश करता, भगवान शिव के 3 रूप। चौथा उधर डाउन में गए आप? नहीं गया। नेचुरल वाटरफॉल। 12 महीने 24 घंटे कंटिन्यू चलता, कभी बंद नहीं होता। अभी भी बंद नहीं? अभी भी चल रहा है। अच्छा, कंटिन्यू। ये चारों पॉइंट इधर देखने के थे। फिर अब नेक्स्ट मंथ जाएंगे काली टेम्पल, वो वाला। उसके बाद में पद्मिनी पैलेस, जहाँ मीरियर में दिखाया था बादशाह का चेहरा, वो पैलेस वहाँ देख सकते हैं। तो जाएंगे। वो मीरियर तो तोड़ दिए। वो रूम है क्या? बादशाह का वो मिलेगा। वो ब्रोकन, वो फिल्म बनी ना अभी पद्मिनी पे, उस समय यहाँ बहुत लड़ाई झगड़ा हुआ। तो उसको रिलीज नहीं होने दे रहे थे राजपूत लोग। अच्छा। वो कांच वगैरह तो करनी सेना वाला ना तोड़ दिए उसको। ഞാൻ जा सकता है ना? അപ്പോൾ ഇനി ഇങ്ങോട്ട് ഇറങ്ങാൻ മൊത്തം സ്റ്റെപ്സ് ആണ്. 50 സ്റ്റെപ്സ് പറഞ്ഞു ഇവിടെ. അത്രയും സ്റ്റെപ്പ് ഇറങ്ങിയാലാണ് ഇവിടെ ഈ ഒരു കാഴ്ച കാണാൻ പറ്റുക. അപ്പോൾ സ്റ്റെപ്സ് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് നോക്കണം, മൊത്തം നല്ല മാർബിൾ പോലത്തെ കല്ലാണ്. ഒന്ന് വെള്ളം കൂടി, മഴ പെയ്തുകൊണ്ട് വെള്ളം കൂടി സ്റ്റെപ്പിൻ്റെ മേലെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ
रुकेगा नहीं ना? ये नहीं रुकेगा, ये कहाँ से आता है पानी? ये पहाड़ी में से आता है। पहाड़ी से। ये पूरा साल में मतलब पूरा साल कितने सालों से ये? ये 1200 बरस है। मतलब एक 800 साल पहले, 1200 साल पहले. അപ്പൊ 1200 വർഷം ആണ് ഈ 1200 വർഷം മുന്നേ ഈ ഒരു ഇത് വെള്ളം വന്നുകൊണ്ടിരിക്കേണ്ട ഒരിക്കലും പറ്റാത്തൊരു ഇതാണ് അപ്പൊ ഇത് ഈ വെള്ളം കുടിക്കാൻ പറ്റും. മരണം വേണമെന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ നമുക്കിത് കുടിക്കാൻ നല്ലൊരു പ്യുവറാണിത്. നല്ലൊരു വെള്ളം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ വെള്ളം നമുക്ക് കുടിച്ചിട്ട് പോകാം. നല്ല ചൂടുള്ള വെള്ളമാണിത്. ഇതെല്ലാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇതെല്ലാം നമുക്ക് പ്രകൃതി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെള്ളം അതേപോലെ കറണ്ടെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ തീ കുളത്തിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം നാളെ രാവിലെ ഞങ്ങൾ എന്തായാലും കൊടുക്കും. നാളെ വൈകിട്ട് ഇന്നത്തെ വീഡിയോ കൊടുക്കാനുണ്ട്. ഇന്നത്തെ നമ്മള് യാത്രയുടെ വീഡിയോ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ എന്തായാലും ഒരു 9 മണിയുടെ ഉള്ളിൽ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. നാളത്തെ വീഡിയോ പത്മിനി പാലസ് അങ്ങനെ ഒരുപാട് കാണിക്കാനുണ്ട് നാളത്തെ വീഡിയോയില്. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ 25,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. അതിന്റെ സന്തോഷം ഞങ്ങൾക്ക് 2 ആൾക്കുണ്ട്. അപ്പൊ ഇതുവരെ നമ്മളെ യാത്രയിൽ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.